الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد نجينا بني إسرائيل من العذاب المهين من فرعون إنه كان عاليا من المسرفين ولقد اخترناهم على علم على العالمين وآتيناهم من الآيات ما فيه بلاء مبين الله سبحانه وتعالى നമ്മുടെ ജീവിതത്തിൽ ഒന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, വളരെ പുണ്യമായ മാസത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വർഷത്തിലെ 12 മാസത്തിൽ അതിൽ ചില മാസങ്ങളെ അല്ലാഹു തആല മറ്റു മാസങ്ങളെക്കാൾ മഹത്വമുള്ളതാക്കി. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. 12 മാസങ്ങൾ നിങ്ങൾക്ക് ഞാൻ നൽകി. അതിൽ 4 മാസങ്ങൾ വളരെ പവിത്രമായ ഹുർമത്തുള്ള ശ്രേഷ്ഠമായ മാസങ്ങളാണ്. അതിലൊന്ന് നമ്മൾ നിലകൊള്ളുന്ന ഈ മുഹറം മാസമാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ പറ്റി പറഞ്ഞപ്പോൾ ഷഹ്റുല്ലാഹി മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്നാണ് പരിചയപ്പെടുത്തിയത്. മാത്രമല്ല ഈ മാസത്തിലെ 10-ന്റെ നോമ്പ് വളരെ ശ്രേഷ്ഠമായതാണ്. റമദാന് ശേഷമുള്ള സുന്നത്തായ നോമ്പുകളിൽ അഫ്ദലു സിയാമി ബഅദ റമദാൻ, ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് മുഹറം 10-ന്റെ അന്നത്തെ നോമ്പ് എന്നും തങ്ങൾ അറിയിട്ടുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാമിന് മുമ്പ് തന്നെ അന്നത്തെ അറബികൾ ഈ മാസത്തെ പ്രത്യേകമായി ബഹുമാനിക്കുമായിരുന്നു, ആദരിക്കുമായിരുന്നു. ആ ദിവസത്തിലെ നോമ്പിന് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഴിഞ്ഞു പോയ വർഷത്തെ പാപങ്ങൾ കൊടുക്കാൻ കാരണമായി. ഇങ്ങനെ പല മഹത്വങ്ങളും ശ്രേഷ്ഠതകളും നമ്മളെ അറിയിക്കപ്പെട്ട മാസത്തിലാണ് നിലകൊള്ളുന്നത്. ഈ മാസത്തിന് ഇത്രയും മഹത്വം ലഭിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ മുഹറം മാസത്തിൻ്റെ അന്ന് 10-ന്റെ അന്ന് നോമ്പെടുക്കുന്നത് കണ്ടപ്പോൾ അവരുടെ ആ രീതിക്ക് ചോദിക്കപ്പെട്ടു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ദിവസത്തെ ഇത്രമാത്രം ബഹുമാനിക്കുന്നത്? അവർ പറഞ്ഞു, ഈ ദിവസത്തിലാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിൻ്റെ അക്രമിയായ ഭരണാധികാരി ഫിർഔനിൻ്റെ അക്രമത്തിൽ നിന്നും രക്ഷപ്പെടുകയും ഫിർഔൻ നശിക്കുകയും ചെയ്തത് ഈ മുഹറത്തിൻ്റെ 10-ന്റെ ദിവസമാണ്. അതുകൊണ്ട് അതിനെ സ്മരിക്കാനും നന്ദി കാണിക്കാനും വേണ്ടിയാണ് ഞങ്ങൾ നോമ്പെടുക്കുന്നത് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു,
ഇന്ന അഹഖു ബി മൂസ, നിങ്ങളെക്കാൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഹക്കും കടമയും ബന്ധവുമുള്ള ഞങ്ങൾക്കാണ് എന്ന് പറയുകയും തങ്ങൾ പിറ്റേ വർഷം മുതൽ തങ്ങൾ നോമ്പെടുക്കുകയും തങ്ങൾ യഹൂദികളുമായി എതിരാകാൻ വേണ്ടി ഒരു ദിവസത്തെ 9 അല്ലെങ്കിൽ 11 നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹം ബനൂ ഇസ്രായേലിൻ്റെ അവർ രക്ഷപ്പെട്ട ചരിത്രത്തെ സ്മരിക്കലാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധമായ ഖുർആനിൽ ധാരാളമായി സ്മരിക്കപ്പെടുന്ന നബിയാണ്. മറ്റു പ്രവാചകന്മാരെക്കാൾ ഇത്രത്തോളം ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയേക്കാൾ കൂടുതലായി ഖുർആൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരുകൾ പരാമർശിക്കുന്നത് കാണാം. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട് 134 പ്രാവശ്യം ഏകദേശം ഖുർആനിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരുകൾ ആവർത്തിക്കപ്പെടുന്നു. 34 സൂറത്തുകളിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതുപോലെ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ്. ചില സന്ദർഭങ്ങളിൽ തങ്ങൾ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറയുമ്പോൾ, റഹിമല്ലാഹു അഖി, മൂസ എൻ്റെ സഹോദരൻ മൂസക്ക് അല്ലാഹു തആല കരുണ ചെയ്യട്ടെ എന്ന് തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. ഇതിനേക്കാളെല്ലാം ഉപരി ഈ ഉമ്മത്തിനെ വളരെ ഉപകാരം ചെയ്ത നബിയാണ്. നമസ്കാരം അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 50 വഖത്തായി അല്ലാഹുവിലേക്കുള്ള ഇസ്രായേലിൻ്റെ യാത്രയിൽ നൽകിയപ്പോൾ മൂസ അലൈഹിസ്സലാം നിർബന്ധിച്ചു, താങ്കളുടെ സമൂഹത്തിന് ഉമ്മത്തിന് സാധിക്കുകയില്ല, ഒരു ദിവസം 50 വഖത്ത് നമസ്കരിക്കാൻ താങ്കളുടെ ഉമ്മത്തിന് സാധിക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മടക്കി അയച്ച് ഇതിനെ അല്ലാഹു 5ആക്കി നൽകിയത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന നമുക്ക് ലഭിച്ച ഉപകാരമാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും ആ നബിയുമായി ഉമ്മത്തിന് വലിയ ബന്ധമുണ്ട്. എന്തിനാണ് അല്ലാഹു തആല ഇത്രയധികം ഖുർആനിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ ആവർത്തിക്കുന്നത്? വെറുതെ കഥ പറയാനോ ചരിത്രം കേൾപ്പിക്കാനോ വേണ്ടിയല്ല, മറിച്ച് ആ നബിയുടെ ചരിത്രത്തിൽ കൂടി ഉമ്മത്തിന് ധാരാളം ഗുണപാഠങ്ങളുണ്ട്, ധാരാളം സന്ദേശങ്ങളുണ്ട്, മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനം തന്നെയാണ്. അന്നത്തെ ഭരണാധികാരി ഫിർഔൻ ഒരു സ്വപ്നം കണ്ടു. ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തും ഒരു തീജ്വാല പുറപ്പെടുകയും അത് വിസിൽ വന്ന് പതിക്കുകയും ഫിർഔനിന്റെ കൊട്ടാരവും ഫിർഔന്റെ ആളുകളെല്ലാം വീടുകളെ കരിച്ച് നശിപ്പിക്കുകയും എന്നാൽ അവിടെ അടിമകളായി താമസിക്കുന്ന ബനി ഇസ്രായേലിന്റെ വീടുകൾക്ക് കേടുപാട് പറ്റാതെ അവശേഷിക്കുകയും ചെയ്യുന്ന സ്വപ്നം കണ്ടു. അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഫിർഔനോട് പറഞ്ഞു, ഒരു കുട്ടി ബനി ഇസ്രായേൽ ജനിക്കാൻ പോകുന്നു, അത് നിന്റെ ഭരണത്തിനും നിന്റെ ജീവനും നിന്റെ സമൂഹത്തിന്റെ നാശത്തിന് കാരണമാണ്. അക്രമിയായതിൻ്റെ പേരിൽ തന്നെ ഉടനെ തീരുമാനമെടുത്തു, ബനി ഇസ്രായേൽ ഇനി ജനിക്കുന്ന മുഴുവൻ കുട്ടികളെ കൊന്നുകളയണം. അവസാനം കുട്ടികളെ കൊല്ലാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഇനി അടിമവേല ചെയ്യാൻ സമൂഹമില്ലാതായി തീരും, എല്ലാവരെയും കൊന്നുകളഞ്ഞാൽ നമുക്ക് സേവനങ്ങൾ ചെയ്യാൻ ആരും ഇല്ലാതായി തീരും. അങ്ങനെ തീരുമാനം വീണ്ടും മാറ്റി, 1 വർഷം ജനിക്കുന്നവരെ വിടാം, അടുത്ത വർഷം ജനിക്കുന്നവരെ കൊന്നുകളയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് വർഷമാണോ ഫിർഔൻ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചത്, അതേ വർഷത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു ജനിപ്പിച്ചു. കുട്ടി ജനിച്ചു. മൂസ നബിയുടെ ഉമ്മ ഭയപ്പെട്ടു, ഇനി എന്ത് ചെയ്യും? 10,000-കണക്കിന് പട്ടാളം വഴികളിലൂടെ നാടുകളിൽ ചുറ്റുകയാണ്. കുട്ടികളുടെ ശബ്ദം കേട്ടാൽ ജനിച്ചതറിഞ്ഞാൽ ജീവനോടെ കൊന്നുകളയും. മൂസ അലൈഹി സ്വലാം ജനിച്ചത് ഉമ്മ ആകെ അസ്വസ്ഥമായി ഭയപ്പെട്ടു, എൻ്റെ മകൻ എന്ത് ചെയ്യും? ഇപ്പോൾ ഫിർഔന്റെ പട്ടാളം എൻ്റെ വീട്ടിൽ വരും, എൻ്റെ പിഞ്ചു മകനെയും കൊല ചെയ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു, വൗഹൈനാ ഇലാ ഉമ്മി മൂസ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മയെ അല്ലാഹു തആല അറിയിച്ചു, ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം, ഉമ്മ നിങ്ങൾ ഒന്നെങ്കിൽ വളർത്തി മകനെ, ഭയമാണെങ്കിൽ ആ ചെറിയ പിഞ്ചു പൈതലിനെ കൊണ്ടുപോയി നദിയിലേക്ക് ഇട്ടേക്ക്. ഫഇന്നാ റാദ്ദൂഹു ഇലൈക് വജാഇലൂഹു മിനൽ മുർസലീൻ, ഭയപ്പെടേണ്ട, വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദ്ദൂഹു ഇലൈക് വജാഇലൂഹു മിനൽ മുർസലീൻ, ഒരു ഭയവും വേണ്ട, നിങ്ങളിലേക്ക് ഞാൻ യഥാർത്ഥമായ നിലയിൽ മടക്കി തരികയും ചെയ്യാം. ഒരു കേടുപാടും പറ്റാതെ, ഒരു നഷ്ടവുമില്ല നാശവുമില്ലാതെ നിങ്ങളിലേക്ക് മടക്കുകയും ചെയ്യാം. അല്ലാഹു തആല അറിയിക്കുകയുണ്ടായി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ടു. ചെറിയ പിഞ്ചു പൈതലിനെ പെട്ടിയിലാക്കി നൈൽ നദിക്ക് ഇടുകയുണ്ടായി. ചിലമാർ അല്ലാഹു തആലയുടെ കാര്യം പ്ലാൻ ചെയ്താൽ, ഒരു കാര്യം അള്ളാഹു നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ,
ഒരു പക്ഷേ അത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലായിരിക്കാം. അല്ലാഹു തആല ഒരു കാര്യം നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ആ കാര്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അല്ലാഹു തആല തുടങ്ങുന്ന രീതി ചിലപ്പോൾ നേരെ വിപരീതമായ രീതിയിലായിരിക്കാം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അല്ലാഹു തആല കൽപ്പിച്ചത് മരണത്തിന് ഉറപ്പുള്ള വഴിയിൽ പ്രവേശിപ്പിക്കാൻ. ചെറിയ പൈതലിനെ പെട്ടിയിലാക്കുക, അതിനെ വീണ്ടും വെള്ളത്തിലേക്ക് ഇടുക. എന്തുകൊണ്ട് മരണം ഉറപ്പായ കാര്യം. വീണ്ടും അവിടെ നിന്നും ആ കുട്ടിയെ അല്ലാഹു തആല എത്തിക്കുന്നത് സംരക്ഷണ സ്ഥലത്തേക്കല്ല, മറിച്ച് ഫിർഔന്റെ കൊട്ടാരത്തിലേക്കാണ്. ഇത്രയും നാൾ ആയിരക്കണക്കിന് കുട്ടികളെ കൊല ചെയ്ത അക്രമിയായ ഭരണാധികാരിയായ ഫിർഔനിന്റെ കൊട്ടാരം തന്നെ കുട്ടി അല്ലാഹു എത്തിക്കുകയാണ്. ഒരു കാര്യത്തിൽ നടപ്പിലാക്കാൻ അല്ലാഹു തീരുമാനിച്ചാൽ ചിലപ്പോൾ ആ കാര്യം നടപ്പിലാക്കുന്ന നമ്മുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ നേരെ വിപരീതമായ രീതിയിലായിരിക്കും. ആ കുട്ടിയും ഫിർഔന്റെ കൊട്ടാരത്തിലെത്തി. ആസിയ റളിയല്ലാഹു തആല അൻഹ മുസ്ലിമായിട്ടില്ല അവരുടെ മുന്നിലെത്തി. ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഫിർഔന് മനസ്സിലായി, എന്നെ വധിക്കാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ട ബനി ഇസ്രായേൽ കുട്ടിയാണ്. പക്ഷേ അവരുടെ ഭാര്യയുടെ വാക്ക് ഒന്ന് കളയില്ലേ, നമ്മുടെ കണ്ണിന് കുളിർമ നൽകും, നമുക്ക് പ്രയോജനം ചെയ്തേക്കാം. അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹം, ഒരു കരുണ, ഒരു വാത്സല്യം അല്ലാഹു തആല ഇട്ടുകൊടുത്തു. അവർക്ക് മറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. സൽമാന്റെ ഹൃദയം അല്ലാഹുവിൻ്റെതാണ്. ആ ഹൃദയത്തിൽ സ്നേഹമിടുന്നവൻ അല്ലാഹുവാണ്. ആ ഹൃദയത്തിൽ വെറുപ്പിടുന്നവൻ അല്ലാഹുവാണ്. ആ ഹൃദയത്തിൽ ഭയമിടുന്നവൻ അല്ലാഹുവാണ്. ആ ഹൃദയത്തിൽ അനുകൂലമായ അവസ്ഥ ഉണ്ടാക്കുന്ന അല്ലാഹുവാണ്. അല്ലാഹു തആല തീരുമാനിച്ചു. ഇത്രയും നാൾ ഏത് ലക്ഷ്യത്തിലാണോ ഇത്രയും കുട്ടികളെ കൊല ചെയ്തത്, ഈ കുട്ടിക്ക് വേണ്ടിയാണ് മുന്നിലെത്തി. പക്ഷെ കൊല്ലാൻ സാധിക്കുന്നില്ല, മറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നില്ല, ചിന്തകൾ മാറിപ്പോകുന്നില്ല. അല്ലാഹു തീരുമാനിച്ച സ്ഥലത്ത് നിൽക്കൂ. കുട്ടി പാല് കുടിക്കുന്നില്ല, കരയാൻ തുടങ്ങി. പട്ടാളത്തിൽ പറഞ്ഞയച്ചു, എവിടെ നിന്നെങ്കിലും ഈ കുട്ടിയെ പാല് കുടിപ്പിക്കാനുള്ള ആളെ കൊണ്ടുവരും. അല്പസമയം മുമ്പ് ഈ പട്ടാളം തന്നെയാണ് വീടുകൾ ചുറ്റിയത്, ആയിരക്കണക്കിന് കുട്ടികളെ കൊല ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഈ പട്ടാളത്തിന് ജോലി അതേ കുട്ടിയെ വളർത്താനുള്ള പാല് കുടിക്കാൻ പറ്റുന്ന സ്ത്രീയെ കൊണ്ടുവരലാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ തൻ്റെ സഹോദരിയെ പറഞ്ഞയച്ചു, മൂസ നബിയുടെ സഹോദരിയെ പറഞ്ഞയച്ചു. എന്താണ് അവസ്ഥയെന്ന് അന്വേഷിക്കും, ഇന്ന് നാട്ടിൽ നിന്ന് ചുറ്റി നടക്കുന്നു, എന്താണ് ചർച്ചയെന്ന് നോക്കി. അപ്പോഴാണ് കേൾക്കുന്നത്, ഒരു കുട്ടി കൊട്ടാരത്തിലെത്തിയിട്ടുണ്ട്, പാല് കുടിക്കുന്നില്ല. സ്ത്രീ അന്വേഷിക്കുന്നു, ഒരു ഉമ്മ അന്വേഷിക്കുന്നു. ആ പെൺകുട്ടി ചോദിച്ചു, എനിക്കൊരു സ്ത്രീയെ പറ്റി അറിയാം, ഒരു കുടുംബത്തെ പറ്റി അറിയാം. സാധാരണ നാട്ടിൽ എല്ലാ കുട്ടികളും അവരുടെ പാല് കുടിക്കാറുണ്ട്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമി സ്വന്തം ഉമ്മയെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു, പാല് കുടിച്ചു, ശമ്പളം തീരുമാനിച്ചു. സ്വന്തം മകനെ, പട്ടിണിയിലായ കുടുംബം രാജകൊട്ടാരത്തിൽ സുഭിക്ഷമായി ജീവിക്കുന്നു, അവർ തന്നെ പാല് കൊടുക്കുന്നു. അല്ലാഹു തആല പറയുകയാണ്, ഫറദനാഹു ഇലാ ഉമ്മിഹി കൈ തഖറ ഐനുഹാ വലാ തഹ്സൻ വലിതഅലമ അന്ന വഅദല്ലാഹി ഹഖ് വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. ഈ ചരിത്രമെല്ലാം ഇങ്ങനെ പറഞ്ഞു അവസാനം അല്ലാഹു തആല പറയുകയാണ്, ഫറദനാഹു ഇലാ ഉമ്മി, മൂസ നബിയുടെ ഉമ്മയിലേക്ക് ഞാൻ ആ മകനെ മടക്കി കൊടുത്തു. ഒരു കേടുപാടും പറ്റാതെ വളരെ സ്വസ്ഥമായി തന്ത്രപരമായി അല്ലാഹു തആല മടക്കി കൊടുത്തു. ഇതിൽ അല്ലാഹു പറയുന്നു, അവരെ വെച്ചത് അല്ലാഹുവിന്റെ വാഗ്ദാനങ്ങളെല്ലാം സത്യമാണ്. അവനൊരു കാര്യം തീരുമാനിച്ച് പറഞ്ഞാൽ അത് ഉറപ്പായി നടപ്പിലാകും. പക്ഷെ അധികം മനുഷ്യരും അല്ലാഹുവിനെ ശരിയായി മനസ്സിലാക്കുന്നില്ല. അല്ലാഹു തആല എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞത്? ഈ ചരിത്രത്തിൽ എന്താണ് കിട്ടുന്ന സന്ദേശം? എന്താണ് ഇതിലെ പാഠം? അല്ലാഹു ഒരു കാര്യം പ്ലാൻ ചെയ്താൽ, നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ അതിന് മുകളിൽ ഒരു പ്ലാൻ ഇല്ല. അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, നമ്മുടെ പ്ലാനുകൾക്ക്, നമ്മുടെ തീരുമാനങ്ങൾക്ക് മുകളിൽ അല്ലാഹുവിന്റെ തീരുമാനമുണ്ട്. അറഫ്തു റബ്ബി മിനഖദിൽ അസാഇം. അലി റളിയല്ലാഹു പറയുമായിരുന്നു, ഞാൻ എൻ്റെ റബ്ബിനെ മനസ്സിലാക്കിയത് എൻ്റെ പ്ലാനുകൾ തെറ്റുന്നത് കണ്ടപ്പോഴാണ്. ഞാൻ പലതും പ്ലാൻ ചെയ്യുന്നു, പലതും ഉദ്ദേശിക്കുന്നു, പക്ഷെ അത് നടപ്പിലാകാതെ വരുന്നത് കണ്ടപ്പോഴേക്ക് മനസ്സിലായി, എനിക്ക് റബ്ബുണ്ട്, തീരുമാനിക്കുന്നത് ഞാനല്ല, തീരുമാനിക്കുന്ന ഉടമസ്ഥൻ എനിക്കുണ്ട്, എനിക്ക് മനസ്സിലായി. ഈ ചരിത്രം നൽകുന്ന സന്ദേശം അതാണ്, തീരുമാനം അല്ലാഹുവിൻ്റെതാണ്.
അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. وكتب الآثار ونسخت الآجال الحلال ما أحللت والحرام ما حرمت والأمر ما قضيت الخلق خلقك والعبد عبدك. നബി തങ്ങളുടെ പ്രഭാത ദുആയ അല്ലാഹുവേ തീരുമാനങ്ങൾ والأمر ما قضيت, തീരുമാനങ്ങൾ നീ എടുക്കുന്നതാണ്, എൻ്റെ ഒരു തീരുമാനവുമില്ല, നീ തീരുമാനിക്കുന്ന നടപ്പിലാവുകയുള്ളൂ. നമ്മൾ സുബഹിയുടെ ഖുനൂത്തിൽ فإنك تقضي ولا يقضى عليك فإنك تقضي, തീർച്ചയായും തീരുമാനിക്കുന്നവൻ നീ തന്നെയാണ്. ولا يقضى عليك, നിന്റെ തീരുമാനത്തിന്റെ മുകളിൽ ഒരു തീരുമാനവും ഒരു ഭരണകൂടത്തിനും ഒരു വ്യക്തിക്ക് ആർക്കും സാധിക്കില്ല. അല്ലാഹു തആല ഒരു കാര്യം പ്ലാൻ ചെയ്താൽ, നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചാൽ പിന്നെ അതിനെ തടുക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധിക്കില്ല. ഫർളായ നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ പറയൽ സുന്നത്താണ്, اللهم لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت. അല്ലാഹുവേ, നീ ഒരു കാര്യത്തെ നീ ആർക്കും കൊടുത്താൽ തടുക്കാൻ ആർക്കും സാധിക്കില്ല. നീ ഒരു കാര്യം തടഞ്ഞാൽ കൊടുക്കാൻ സാധിക്കില്ല. നീ ഒരു കാര്യം വിധിച്ചാൽ ആ വിധിയെ മാറ്റാൻ സാധിക്കില്ല. മുഴുവൻ തീരുമാനം അല്ലാഹുവിൽ നിന്നാണ്. واعلم ان الامه لو اجتمعت على ان ينفعوك بشيء لن ينفعوك الا بشيء قد كتبه الله لك. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് വിധങ്ങൾ പറഞ്ഞു, മോനെ, ലോകത്തിലെ മുഴുവൻ ആളുകളും ഒരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചു, പക്ഷെ അല്ലാഹ് തീരുമാനിച്ചു നടപ്പിലാവുകയില്ല. മുഴുവൻ ശക്തികളും നിന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചു, ഇല്ല, നടപ്പിലാവുകയില്ല. അല്ലാഹ് തീരുമാനിച്ച് നടപ്പിലാവുകയുള്ളൂ. വമാ കാന അല്ലാഹു ലിയുഅ്ജിസഹു മിൻ ഷൈء, അള്ളാഹുവിനെ അശക്തമാക്കാൻ അല്ലെങ്കിൽ അള്ളാഹു അശക്തമാകുന്ന ഒരു കാര്യം ഭൂമിയിലില്ല. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, ആകാശ ഭൂമിയുള്ള മുഴുവൻ സൃഷ്ടികളും നിനക്കെതിരെ കുതന്ത്രങ്ങൾ മെനഞ്ഞാലും അല്ലാഹു തആല തീരുമാനിച്ചാൽ, നിന്നെ സംരക്ഷിക്കാൻ തീരുമാനിച്ചാൽ, ഈ ആകാശ ഭൂമിയിലെ മുഴുവൻ സൃഷ്ടികൾ തീരുമാനിച്ചതിന്റെ പേരിൽ ഒന്നും നടപ്പിലാക്കാൻ പോകുന്നില്ല. അവരുടെ തീരുമാനം അത് മുഴുവൻ അല്ലാഹുവിന് മാത്രമാണ്. അവനാണ് തീരുമാനിക്കുന്നവൻ, അതിലാർക്കും ഒരു പങ്കില്ല. അവനേത് കാര്യം പ്ലാൻ ചെയ്താലും അത് തടക്കാൻ സാധിക്കില്ല. അല്ലാഹു തആല വളരെ സിമ്പിളായി പ്രതികൂല അവസ്ഥയിൽ അല്ലാഹു തആല അതിനിടയിൽ കൂടി ആ കാര്യം നടപ്പിലാക്കും. സാഹചര്യവും അവസ്ഥയിലും പ്രതികൂലമായിരിക്കും, പക്ഷെ അല്ലാഹു പ്ലാൻ ചെയ്ത കാര്യം ആ പ്രതികൂല അവസ്ഥകൾക്കിടയിലൂടെ അവൻ നടപ്പിലാക്കുകയും ചെയ്യും. സക്കരിയ നബി അലൈഹിസ്സലാത്തിന് അല്ലാഹു തആല മകനെ നൽകി നിർദ്ദേശിച്ചു. അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. സക്കരിയ അതിനൊരു മകനെ നൽകുന്നു, പേര് യഹ്യ എന്നാണ്. തിരിച്ചു ചോദിക്കുകയാണ് സക്കരിയ നബി, قال رب أنى يكون لي غلام وكانت امرأتي عاقرا وقد بلغت من الكبر عتيا. അല്ലാഹു, എനിക്ക് സന്താനം തൊലിയില്ലാതെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ പ്രായമായി, എൻ്റെ ഭാര്യയാണെങ്കിൽ പ്രസവിക്കാത്ത അവസ്ഥയിലേക്ക് ആയി, ഇനി എങ്ങനെ സന്താനം? قال ربك علي هين وقد خلقتك من قبل ولم تك شيئا. സക്കരിയ, നിനക്കത് പ്രയാസമാണ്, നിനക്കത് അസംഭവ്യമായ കാര്യമാണ്, പക്ഷേ നിന്റെ റബ്ബിന്റെ റബ്ബിനത് എളുപ്പമാണ്, സിമ്പിളാണ്. നിനക്ക് പ്രയാസമായി അത്ഭുതമായി തോന്നുന്നുണ്ടാകും, പക്ഷെ റബ്ബിനത് പ്രയാസമുള്ള കാര്യമില്ല. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് നിങ്ങൾക്ക് സന്താനം ഉണ്ടാകാൻ പോകുന്നു എന്ന് സന്തോഷ വാർത്ത പറഞ്ഞു. അവർ ചോദിച്ചു, എനിക്ക് സന്താനമോ, ഭർത്താവില്ലാത്ത എനിക്ക്? റബ്ബ് പറയുന്നു, മറിയം, അല്ലാഹുവിന് അതെല്ലാം എളുപ്പമാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന രാത്രി വീട് മുഴുവൻ ശത്രുക്കൾ വളഞ്ഞു നിൽക്കുകയാണ്. ആ ശത്രുക്കൾക്കിടയിൽ നിന്നും അല്ലാഹു തആല ഒരു പ്ലാൻ ചെയ്താൽ പ്രതികൂലമായ അവസ്ഥകൾ ഉണ്ടാകും, പക്ഷെ അല്ലാഹു നടപ്പിലാക്കും. അല്ലാഹു മലക്കുകളെ ഇറക്കി നിൽക്കുന്നവരൊന്നും കൊന്നുകളഞ്ഞില്ല. അവർ ജീവനോടെ നിൽക്കുമ്പോൾ തന്നെ അവർക്കിടയിലൂടെ സുരക്ഷിതമായി അല്ലാഹു നബിതങ്ങളെ പുറത്തു കൊണ്ടുവന്നു. അവർ തന്ത്രങ്ങൾ മെനഞ്ഞു, അല്ലാഹു ചില പ്ലാനുകൾ ചെയ്തു, പക്ഷെ അല്ലാഹുവിന്റെ തന്ത്രം അത് മികച്ചു നിൽക്കുകയുണ്ടായി. അല്ലാഹു തആല ഫഅാലു ലിമാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ നടപ്പിലാക്കുന്നവനാണ്. ഫഅാലു ലിമാ യുരീദ്, മാ ശാ അല്ലാഹു കാൻ വമാ ലം യശാ ലം യകുൻ. അല്ലാഹു തആല ഉദ്ദേശിച്ച കാര്യം നടപ്പിലാകും. ഫീ വഖ്തി അല്ലദീ യശാ അലാ വജ്ഹി അല്ലദീ യശാ, അവൻ ഉദ്ദേശിച്ച സമയത്ത്, അവൻ ഉദ്ദേശിച്ച സ്ഥലത്ത്, അവൻ ഉദ്ദേശിച്ച രീതിയിൽ നടപ്പിലാകും. ഒരു മാറ്റവും ഉണ്ടാവില്ല. എപ്പോൾ ഉദ്ദേശിച്ചു അപ്പോൾ നടക്കും, എങ്ങനെ ഉദ്ദേശിച്ചു അങ്ങനെ നടക്കും, ഏത് സ്ഥലത്ത് നിശ്ചയിച്ചു അവിടെ നടക്കും. ആർക്കും തടുക്കാൻ സാധിക്കില്ല, കാരണം തീരുമാനം അല്ലാഹുവിൽ നിന്നാണ്.
യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്. ഭൂമിയിലെ മുഴുവൻ കാര്യങ്ങളുടെ തീരുമാനം ആകാശത്ത് അല്ലാഹു തീരുമാനിക്കുന്നതാണ്. സഹോദരന്മാരെ, നമ്മുടെ കാര്യങ്ങൾ അത് പ്രശ്നങ്ങൾ അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ റബ്ബിന് തന്റെ സന്താനത്തെ സംരക്ഷിക്കാൻ വേണ്ടി റബ്ബിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇതുപോലെ നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങളും കാര്യങ്ങളും അല്ലാഹുവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ വളരെ ഭംഗിയായി അല്ലാഹു കാര്യങ്ങൾ നടപ്പിലാക്കി തരും. അബ്ദി അൻത തുരീദ് വഅന ഉരീദ് വലാ യകൂനു ഇല്ലാ മാ ഉരീദ് ഫഇൻ സല്ലംതലി ഫീമാ ഉരീദ് കഫൈതുക ഫീമാ തുരീദ്. അടിമേ, നീ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നു, ഞാൻ ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നു, പക്ഷേ നടപ്പിലാകുന്ന ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇനി നീ നിന്റെ മുഴുവൻ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചാൽ, എനിക്ക് വഴിപ്പെട്ടാൽ, നിന്റെ മുഴുവൻ കാര്യങ്ങൾക്കും ഞാൻ മതിയായവനാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ, യാത്രക്കാരൻ, അദ്ദേഹം യാത്ര ചെയ്തു പരിചയമില്ലാത്ത നാട്ടിലെത്തി. അദ്ദേഹത്തിന് സമ്പത്തെല്ലാം തീർന്നുപോയി. മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹം ബുദ്ധിമുട്ടില്ലായി. അപ്പോൾ നാട്ടിൽ പ്രധാനപ്പെട്ട സമ്പന്റെ അടുക്കൽ ചെന്നു. ഞാൻ ഇന്ന നാട്ടുകാരനാണ്, യാത്രക്കാരനാണ്, എൻ്റെ സമ്പത്തെല്ലാം തീർന്നുപോയി, നിങ്ങൾ എങ്ങനെയെങ്കിലും സഹായിക്കണം. അതുപോലെ നിങ്ങൾക്ക് അതിന് സമ്പത്ത് നൽകും, സഹായിക്കാം, പക്ഷേ നിങ്ങൾ ഒരു ബന്ധമില്ല, വേറൊരു നാട്ടുകാരനാണ്, സാക്ഷിയാരാണുള്ളത്. അദ്ദേഹം പറഞ്ഞു, ആരുമില്ല, അള്ളാഹുവിനെ സാക്ഷിയാക്കി നിങ്ങൾ എനിക്ക് നൽകി, അള്ളാഹുവിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നത് മടങ്ങിത്തരാം. നാം ബുഖാരി ഉദ്ധരിക്കുന്ന സംഭവമാണ്. അദ്ദേഹം കൊടുത്തു, ദിവസം നിശ്ചയിച്ചു. അദ്ദേഹം ദൂര സ്ഥലത്തുള്ള വ്യക്തിയാണ്, നാട്ടിലേക്ക് മടങ്ങിപ്പോയി. ആ സമ്പത്തുമായി മടങ്ങി നിശ്ചയിക്കപ്പെട്ട ദിവസം എത്തിക്കാൻ വേണ്ടി അദ്ദേഹം പുറപ്പെട്ടു. പക്ഷേ യാത്ര ബുദ്ധിമുട്ടായി, സമുദ്രം കടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ബുദ്ധിമുട്ടായി. അദ്ദേഹമാണ് വിഷമായി, നിശ്ചയിക്കപ്പെട്ട സമയം അടുക്കുന്നു. ഞാൻ ഒരാൾക്ക് പറഞ്ഞതാണ്, ഹദീസിൽ വരുന്നുണ്ട്. അദ്ദേഹം ആ സമ്പത്തിന് ഒരു മരക്കഷ്ണത്തിൽ, സമുദ്ര തീരത്തിൽ മരക്കഷ്ണത്തിൽ മുറിച്ച് അതിൽ വെച്ച് കെട്ടി ബന്ധിച്ച്, അള്ളാഹുവേ, നിന്നിൽ സാക്ഷിയാക്കി വാങ്ങിച്ച സമ്പത്ത് എനിക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല, പക്ഷെ നിന്നെ സാക്ഷിയാക്കി ഇതാ ഞാൻ എത്തിക്കാൻ നിന്നെ ഏൽപ്പിക്കും, നിന്നിലേക്ക് ഈ കാര്യം ഏൽപ്പിക്കുകയാണ്. ഹദീസിൽ വരുന്നത്, ദിവസമായി നിശ്ചയിക്കപ്പെട്ട ദിവസമായപ്പോൾ ഇദ്ദേഹം വരുന്നുണ്ടോ എന്ന് കാത്ത് മറുകരയിൽ അദ്ദേഹം നിൽക്കുന്നു. ദിവസമായി അദ്ദേഹത്തെ കാണുന്നില്ല. അവസാനം മടങ്ങി പോകാറായപ്പോൾ ഒരു മരക്കഷ്ണം ഒഴുകി വരുന്നു. വീട്ടിൽ വിറക് കത്തിക്കാൻ പറ്റിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്നതിൽ അതെടുത്ത് അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി. അദ്ദേഹം ആവശ്യങ്ങൾക്ക് വേണ്ടി അത് പൊളിക്കാൻ വേണ്ടി തുറന്നപ്പോൾ അത് സഞ്ചി കിട്ടി. അതിൽ കത്തുമുണ്ട്, ഞാൻ അള്ളാഹുവിനെ ബലമേൽപ്പിച്ച് സാക്ഷിയാക്കി വാങ്ങിച്ച സമ്പത്ത് അവനെ തന്നെ ബലമേൽപ്പിച്ചതിലേക്ക് മടക്കുന്നു. അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങളെ ഏൽപ്പിച്ചാൽ, മൂസ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ ഒരു സംശയവുമില്ലാതെ ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് മരണത്തിന്റെ മാർഗത്തിലേക്ക് തന്റെ മകനെ എറിഞ്ഞതുപോലെ എൻ്റെ റബ്ബിലേക്ക് മതി എന്ന ഉറപ്പോടുകൂടി നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചാൽ, അള്ളാഹു തആല ആ ഉമ്മയിലേക്ക് മകനെ മടക്കി കൊടുത്തതുപോലെ നമ്മുടെ മുഴുവൻ കാര്യങ്ങളും ഭംഗിയായി അള്ളാഹു തആല മടക്കി തരും, അള്ളാഹു ഏറ്റെടുക്കും. അവിടെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനെ മേൽ ഏൽപ്പിക്കണം. അള്ളാഹുവിന്റെ പ്ലാൻ അത് നമ്മുടെ പ്ലാന്റെ മുകളിലാണ്, അത് നടപ്പിലാവുകയുള്ളൂ. രണ്ടാമത് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ രണ്ടാമത്തെ സന്ദേശം, പാഠം, മുഹറം 10 നമ്മളിലേക്ക് ആഗതമാകുമ്പോൾ ഈ ദിവസത്തിലാണ് അള്ളാഹു തആല അവരെ ആക്രമിച്ച് കഴിഞ്ഞുകൂടിയ ഫിർഔനിന്റെയും അവരുടെ സമൂഹത്തിന്റെ നാശം തീരുമാനിച്ചത്. വർഷങ്ങളായി അടിമകളെ പോലെ കഴിഞ്ഞ സമൂഹമായിരുന്നു ബനു ഇസ്രായേൽ. സ്വന്തം നാട്ടിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ അനുവാദം ചോദിക്കണം. അടിമകളിൽ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ കഴിഞ്ഞുകൂടി. ഖുർആൻ അതിനെ പരിചയപ്പെടുന്നത്, വലഖദ് നജ്ജൈനാ ബനി ഇസ്രായീല മിൻ ഫിർഔൻ, ഫിർഔനെ രക്ഷപ്പെടുത്തി, മിനൽ അദാബിൽ മുഹീൻ, ഫിർഔനിന്റെ നിന്ദ്യമായ ആ അദാബിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തി. അള്ളാഹു തന്നെ പറയുന്നത്, അവർ നിന്ദ്യതയിലായിരുന്നു. വളരെ നിന്ദ്യമായി ഫിർഔന്റെ കീഴിൽ താമസിക്കുന്ന സമൂഹമായിരുന്നു ബനു ഇസ്രായേൽ. ആ സമൂഹത്തെ രക്ഷപ്പെടുത്തിയ ദിവസമാണ്. ആരാണ് അക്രമം കാണിച്ച ഫിർഔനെ നശിപ്പിച്ച ദിവസമാണ് മുഹറം 10. എങ്ങനെയാണ് ആ ദിവസത്തിൽ ചരിത്ര സ്മരിക്കൽ മാത്രമല്ല, എങ്ങനെയാണ് ആ സമൂഹം രക്ഷപ്പെട്ടത്, അതാണ് ഉൾക്കൊള്ളേണ്ടത്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളും മിസ്രിലെ ഫിർഔന്റെ കീഴിൽ ന്യൂനപക്ഷമായ ബനു ഇസ്രായേലിനെ പോലെ ന്യൂനപക്ഷമായി പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും അക്രമത്തിനും വിധേയം കഴിഞ്ഞുകൂടുമ്പോൾ എങ്ങനെയാണ് ഫിർഔനിന്റെ അക്രമത്തിൽ നിന്നും ബനു ഇസ്രായേൽ രക്ഷപ്പെട്ടത്, അത് തന്നെയാണ് ഇന്നും രക്ഷപ്പെടാൻ നമുക്ക് വേണ്ടി മൂസ നബി അലൈഹിസ്സലാം ആ സമൂഹത്തോട് പറഞ്ഞത്. പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിലുള്ള വഴി ഇസ്തഈനു ബില്ലാഹി വസ്ബിറു. ഇസ്തഈനു ബില്ലാഹ്, നിങ്ങളുടെ പ്രശ്നത്തിലുള്ള പരിഹാരം, നിങ്ങൾ ന്യൂനപക്ഷമാണ്, നിങ്ങൾക്ക് ഏറ്റുമുട്ടാൻ സാധിക്കുകയില്ല, ഭരണവും ചെങ്കോലുമെല്ലാം ഫിർഔന്റെ കയ്യിലാണ്, രക്ഷപ്പെടാനുള്ള വഴി ഇസ്തഈനു ബില്ലാഹ്, അല്ലാഹുവിലേക്ക് തിരിയുക. അല്ലാഹുവിലേക്ക് തിരിയും. എങ്ങനെ തിരിയണം? വജഅലു ബുയൂതകും ഖിബ്ലതൻ വഅഖീമുസ്സലാം.
നിങ്ങളുടെ പള്ളികളും നിങ്ങളുടെ ആരാധന സ്ഥലങ്ങളും ഫിറോൻ നശിപ്പിച്ചു കളഞ്ഞു. കുഴപ്പമില്ല. വജഅലു ബുയൂതകും ഖിബ്ലതൻ വഅഖീമുസ്സലാം. നിങ്ങളുടെ വീടുകളെ പള്ളികളാക്കി, നിങ്ങളുടെ വീടുകളിൽ നമസ്കാരങ്ങൾ നിലനിർത്തി അമലുകളിലേക്ക് തിരിയും. അക്രമത്തിനെതിരെ നിങ്ങൾക്ക് പരിഹാരത്തുള്ള പ്രധാനപ്പെട്ട വഴി വജഅലു ബുയൂതകും ഖിബ്ലതൻ വഅഖീമുസ്സലാം. നിങ്ങളുടെ വീടുകളെ അമലുകളുടെ സ്ഥലമാക്കി അമലുകളിലേക്ക് തിരിയും. അമലുകൾക്ക് വലിയ ശക്തിയുണ്ട്, പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്, അമലുകളിൽ പരിഹാരമുണ്ട്. ഓരോ അമലിനും വലിയ ശക്തിയുണ്ട്. അമലുകൾ മുഖേന ഭരണകൂടത്തിന്റെ അവസ്ഥകൾ അല്ലാഹു മാറ്റും. അമലുകൾ മുഖേന അല്ലാഹു പ്രകൃതിയുടെ അവസ്ഥകളെ മാറ്റും. അമലുകൾ മുഖേന മനുഷ്യന്റെ, വ്യക്തിയുടെ, സമൂഹത്തിന്റെ, അവന്റെ കച്ചവടത്തിന്റെ ഏതെല്ലാം മേഖലയിൽ പ്രശ്നങ്ങൾ മുഴുവൻ അല്ലാഹു പരിഹരിക്കും. ഹബീബ് റളിയല്ലാഹു തആല ജയിലിൽ കിടക്കുന്ന സമയം അദ്ദേഹത്തിന് കുളി നിർബന്ധമായ അവസ്ഥ വന്നു. അദ്ദേഹം തന്റെ പാറാപ്പുകാരനോട് അല്പം വെള്ളം ചോദിച്ചു, കുളിക്കണം. അദ്ദേഹം പറഞ്ഞില്ല, അല്പം വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നൽകിയ വെള്ളമുണ്ടല്ലോ, എനിക്ക് 2-3 ദിവസം വെള്ളം തരണ്ട. ആ കുടിക്കാനുള്ള വെള്ളം നൽകി ഞാൻ കുളിക്കട്ടെ, എനിക്ക് നമസ്കരിക്കണം അല്ലെങ്കിൽ അമൽ ചെയ്യണം. ഇത് പറഞ്ഞു തരികയില്ല. അദ്ദേഹം പല പ്രാവശ്യം നിർബന്ധിച്ച് തരികയില്ല എന്ന് പറഞ്ഞു. ഹദീസിൽ കാണാം, ഒരു അമലിന് വേണ്ടി മനുഷ്യൻ നിയ്യത്ത് വെച്ചതേ ഉള്ളൂ. ഒരു മേഘം ആകാശത്ത് ഇറങ്ങി അദ്ദേഹത്തെ താമസിപ്പിച്ച സ്ഥലത്ത് മഴ പെയ്തു. അദ്ദേഹം താമസ സ്ഥലത്ത് മഴ പെയ്തു. അദ്ദേഹം ആ വെള്ളത്തിൽ കുളിച്ചു. തൻ്റെ ആവശ്യമായ കുടിക്കാനുള്ള വെള്ളം പോലും ഒരു അമലിന് വേണ്ടി ആവശ്യപ്പെടുകയും ഒരു അമലിനെ ആഗ്രഹിച്ചതേ ഉള്ളൂ. അള്ളാഹു പ്രകൃതിയുടെ അവസ്ഥയെ മാറ്റി. അമലിന് കൂടി ശക്തിയുണ്ട്. ഖുബൂസ് എന്ന രാജ്യം മുസ്ലിമുകൾക്ക് കീഴടങ്ങി. സഹാബാക്കൾ പ്രസിദ്ധനായ അബൂ ദർദാ റളിയല്ലാഹു തആല, ആ സമയത്ത് സഹാബാക്കൾ ആ നാട്ടിൽ അവർ ഗനീമത്ത് കിട്ടുകയും വിജയിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത സമയം ഒരു ഭാഗത്തിരുന്ന് അബൂ ദർദാ റളിയല്ലാഹു കരയുകയാണ്. പ്രധാനപ്പെട്ട സഹാബി ഇദ്ദേഹം കരയുന്നത് കണ്ടപ്പോൾ ബാക്കി സഹാബാക്കൾ ഒരുമിച്ച് കൂടി. എന്തു പറ്റി? എല്ലാവരും സന്തോഷിക്കേണ്ട സമയം, മുസ്ലിമുകളുടെ ഇസ്സത്തിന്റെ സമയം, നിങ്ങൾ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? അബൂ ദർദാ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ ഈ സമൂഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. എത്ര നല്ല സമൂഹമായിരുന്നു. ഇവരുടെ കയ്യിൽ ഭരണവും അല്ലാഹു തആല അധികാരങ്ങളും നിഅമത്തും എല്ലാം നൽകിയിരുന്നു. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയെ, ദീനിനെ അവർ ഉൾക്കൊള്ളാതെ അതിനെ പാഴാക്കിയപ്പോൾ ഇന്ന് നിന്ദിത അവസ്ഥയിലേക്കായി. അവർക്കെല്ലാം ഉണ്ടായിരുന്ന ഉമ്മത്തുൻ ഖാഹിറ, ഭരണവും അധികാരമുള്ള സമൂഹമായി. പക്ഷെ അള്ളാഹുവിന്റെ ദീനിനെ ഉപേക്ഷിച്ചപ്പോൾ ഇന്ന് അവർ നിന്ദ്യരായി മാറി. ഈ അവസ്ഥ നമ്മൾ സംജാതമായി നമ്മൾ നിന്ദ്യമാകേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ, അമലുകൾ ജീവിതത്തിൽ വന്നാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അതുകൊണ്ട് മുഹറം 10 ബനൂ ഇസ്രായേൽ നാം ബലഹീനമായ അക്രമത്തിന് വിധേയരായ ന്യൂനപക്ഷമായ സമൂഹത്തിൽ വിജയം ലഭിക്കുകയും അക്രമിയായ ഫിർഔൻ നശിക്കുകയും ചെയ്ത ദിവസമാണ്. ഈ സമയത്ത് ആ ചരിത്രം ആവർത്തിക്കപ്പെടുന്നത് വെറുതെ ചരിത്രം കേൾക്കാൻ വേണ്ടിയല്ല. ഇന്നും പ്രത്യേകിച്ച് ഇന്ത്യയിലെ മുസ്ലിമുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ആ സമൂഹം മടങ്ങിയ വഴിയിലേക്ക് നമ്മൾ മടങ്ങലാണ്, അമലുകളിലേക്ക് മടങ്ങലാണ്, അള്ളാഹുവിലേക്ക് തിരിയലാണ്. വെറുതെ ചർച്ചകൾ കൊണ്ടൊന്നും ഒരു പരിഹാരം ഉണ്ടാവുകയില്ല. അമലുകളെക്കുറിച്ചും മറ്റും കുറിച്ച് ചർച്ചകൾ നാടുകൾ മുഖേന നമ്മുടെ മീഡിയകളിൽ ചർച്ചകളും വാട്സപ്പിൽ പോലെ ചർച്ച നടന്നു. ചർച്ച ഒന്നും പരിഹാരമല്ല. നാം ചർച്ചയിൽ മാത്രമേ ഉള്ളൂ. ചർച്ചയിൽ നിന്നും അമലുകളിലേക്ക് മടങ്ങണം. അമലുകളിലേക്ക് മടങ്ങിയാൽ തീർച്ചയായും അല്ലാഹു തആല സഹായം ഉമ്മത്തിന് ഇറങ്ങും. പ്രതികൂലമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് അല്ലാഹു തആല ഉമ്മത്തിനെ സഹായിക്കും. ഇത് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് മുഹറം 10 ദിവസങ്ങൾ, പവിത്രമായ സമയങ്ങളിൽ ഉമ്മത്തും മുഴുവൻ, നമ്മൾ ഓരോരുത്തരും, നമ്മളും നമ്മുടെ സ്ത്രീകളും മക്കളുമെല്ലാം അമലുകളിലേക്ക് വലിയ പ്രതീക്ഷയോടെ മടങ്ങേണ്ട സമയമാണ്. അല്ലാഹു തആല കാര്യങ്ങളെ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.